It's my distinct honor to invite our esteemed correspondent, Mr. Muhammad Ziyad M. Let us now hear from him. So please. Assalamu alaikum warahmatullah. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റ് വിശിഷ്ടാതിഥികൾ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, സ്നേഹനിധികളായ കുട്ടികളെ, മറ്റ് പാരൻസ്, നമ്മൾ ബദറുൽ ഇസ്ലാം മെട്രിക്കുലേഷൻ സ്കൂളിൻ്റെ 31ാം വാർഷികമാണ് ഇവിടെ ആഘോഷിക്കുന്നത്. 1994 LKG UKG കൊണ്ട് ആരംഭിച്ച് പിന്നെ ഘട്ടം ഘട്ടമായി +2 വരെ എത്തുകയും തമിഴ്നാട്ടിൽ മലയാളം 10ാം ക്ലാസ് എഴുതാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം വന്നപ്പോൾ കേരളത്തിൻ്റെ 8, 9, 10 അങ്ങനെ കേരള ബോർഡും ചേർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണിത്. മറ്റ് സ്കൂളുകളിലൊക്കെ 3 പബ്ലിക് എക്സാം എഴുതുമ്പോൾ നമ്മൾ 4 പബ്ലിക് എക്സാം എഴുതും. നമ്മൾ 2 10ാം ക്ലാസ് എഴുതും, രണ്ട് സ്റ്റേറ്റിൻ്റെ 10ാം ക്ലാസ് എഴുതും, +1 +2 എഴുതും. അതുപോലെ 2 സ്റ്റേറ്റിൻ്റെ ബോർഡ് ഒരേ ക്യാമ്പസിനകത്ത് ചിലപ്പോൾ മറ്റൊരു സ്ഥലത്ത് കാണാൻ പറ്റാത്തൊരു വിഷയവുമാണ്. ഇങ്ങനെ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ബദറുൽ ഇസ്ലാം മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇനി ഒരു മണിക്കൂർ കൂടി കഴിയുമ്പോൾ ഈ 1500 ചെയറും നിറയും. അത് കഴിഞ്ഞ് പിന്നെ ബെഞ്ചൊക്കെ എടുത്തിടേണ്ടി വരും. ഇപ്പോൾ നമ്മൾ 1500 ചെയർ ഇട്ടിട്ടുണ്ട്. ഈ മീറ്റിങ്ങിന് ഈ പാരൻസും അതുപോലെ ആൾക്കാരും ഒരു വലിയ ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊടുക്കുന്നില്ല. കാരണം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയും ഗൂഗിളും എല്ലാം വന്നതിന് ശേഷം എല്ലാ പേരും അറിവുള്ളവരായി മാറി. അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ട ഒരാവശ്യം ആർക്കും ഇല്ലാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ മീറ്റിങ്ങിന് വളരെ കുറഞ്ഞ ആൾക്കാരെ എത്തിയിട്ടുള്ളൂ. അതിലും പലരും എനിക്ക് തോന്നുന്നത് നേരത്തെ സീറ്റ് പിടിക്കാൻ വന്നതായിരിക്കും. സീറ്റ് റിസർവ്ഡ് ആണെങ്കിൽ അവർ ലേറ്റായിട്ടേ വരുള്ളൂ, അല്ലേ? നമ്മൾ ഈ വർഷം ഈ അക്കാഡമിക് ഇയർ തുടങ്ങുന്നതിന് മുമ്പ്, കഴിഞ്ഞ വർഷം അക്കാഡമിക് ഇയറിൻ്റെ അവസാനം നമ്മളൊരു എഡ്യൂക്കേഷണൽ ഫെസ്റ്റ് ഇവിടെ നടത്തിയിരുന്നു. ഈ പരിസരത്ത് ഒരു സ്കൂളും നടത്താത്ത രീതിയിലുള്ള എഡ്യൂക്കേഷണൽ ഫെസ്റ്റ് ആയിരുന്നു. 4 മണിക്കൂർ നടത്തിയ എഡ്യൂക്കേഷണൽ ഫെസ്റ്റ് ഒരു ചരിത്രമാണ്. അത് കേരള ഗവൺമെൻറ് നമുക്ക് മാതൃകയാണ്. അത് വെച്ചുകൊണ്ട് നമ്മളിവിടെ ഒരു ചരിത്ര സംഭവമായി അതിവിടെ നടത്തുകയുണ്ടായി. അത് കഴിഞ്ഞ് ഈ വർഷം ആരംഭിക്കുകയും വ്യത്യസ്തമായ പല പ്രോഗ്രാമുകളും നമ്മളിവിടെ ചെയ്യുകയും നമ്മുടെ കുട്ടികളുടെ ടാലൻറ്റ് അതിൽ കൂടി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു 8 മിനിറ്റിൻ്റെ ഡോക്യുമെൻ്ററി ഇവിടെ പ്രദർശിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ വർഷം നമ്മുടെ സ്കൂളിൽ എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന്. അത് പല പേരൻസിനും അറിയാവുന്ന വിഷയമാണ്. നമ്മൾ ഈ വർഷം ഈ സ്കൂളിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങളത് പറഞ്ഞിരുന്നു, ഇതുപോലെ ആനുവൽ ഡേ ഫംഗ്ഷനിൽ വെച്ച് പറഞ്ഞിരുന്നു, ഞങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കാരണം 650 കുട്ടികളുമായി നടന്നുകൊണ്ടിരുന്ന സ്കൂള് മലയാളം പ്രശ്നം വന്നപ്പോൾ കുട്ടികൾ കുറച്ച് പോയി, അതുപോലെ കോവിഡ് വന്നപ്പോൾ കുട്ടികൾ കുറച്ച് പോയി, അങ്ങനെ കുട്ടികൾ കുറയുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ അതൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് വലിയൊരു മാറ്റം നമ്മൾ പ്ലാൻ ചെയ്യുകയും 3 ഘട്ടമായി ഒരു 3 കോടി രൂപയുടെ എസ്റ്റിമേറ്റിൽ അത് പ്ലാൻ ചെയ്തു. അതിൻ്റെ ആദ്യ ഘട്ടമായ 70 ലക്ഷം രൂപയുടെ പണികളിൽ 90% കംപ്ലീറ്റ് ആവുകയും ചെയ്തു. അതിലിനി ആ ഫ്രണ്ടിലുള്ള ഗേറ്റും ആ ഇൻ്റർലോക്കും അതുപോലെ കുറച്ച് സംവിധാനം മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി നിങ്ങൾക്ക് തന്നെ കാണും. കഴിഞ്ഞ വർഷം കണ്ട സ്കൂളല്ല ഈ വർഷം നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തു. അടുത്ത് അതിൻ്റെ 2ാം ഘട്ടമായി ഈ ഗ്രൗണ്ട് തന്നെ ഒരു ടർഫായിട്ട്, ഒരു 10,000 സ്ക്വയർ ഫീറ്റിൻ്റെ ടർഫായിട്ട് മാറുകയാണ്.
ഇൻഷാ അല്ലാഹ് അടുത്ത അക്കാഡമിക് ഇയർ തുടങ്ങുന്നതിന് മുമ്പ് അത് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ് അള്ളാഹു അത് കബൂൽ ചെയ്യട്ടെ. കുട്ടികളുടെ ഫിസിക്കൽ സൈഡ് കൂടി ഇമ്പ്രൂവ് ചെയ്യണം. കാരണം ഇപ്പോൾ മൊബൈലിൻ്റെ കടന്നുകയറ്റത്തിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് തന്നെ കുട്ടികൾക്കില്ലാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഒരു ടർഫ് കൂടി പണിതുകൊണ്ട് കുട്ടികളുടെ ഫിസിക്കൽ സൈഡും ഇമ്പ്രൂവ് ചെയ്തെടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അതും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മൂന്നാം ഘട്ടമായി ഈ സ്ഥലത്ത് ഒരു 9,000 സ്ക്വയർ ഫീറ്റിൻ്റെ 3 നില ബിൽഡിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ നില ഒരു കോൺഫറൻസ് ഹാളാണ്. 3,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കോൺഫറൻസ് ഹാളാണ്. രണ്ടാമത്തെ നില 3,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഡിജിറ്റൽ ലൈബ്രറിയാണ്. അതിൻ്റെ താഴത്തെ നില ഒരു 1,500 സ്ക്വയർ ഫീറ്റിൽ ഇൻഡോർ കിഡ്സ് പാർക്ക്, കെ ജി കുട്ടികൾ കളിക്കാൻ വേണ്ടി ഒരു ഇൻഡോർ കിഡ്സ് പാർക്കും ബാക്കി 1,500 സ്ക്വയർ ഫീറ്റിൽ ഒരു വലിയ കമ്പ്യൂട്ടർ ലാബുമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അള്ളാഹു ഇതെല്ലാം ചെയ്തു തീർക്കാനുള്ള വഴി നമുക്ക് തെളിയിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 3 വർഷം കൊണ്ട് ഇതുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മൂന്നാമത്തെ വർഷം ISO 21000/2018 എന്നുള്ള ആ ISO സ്റ്റാൻഡേർഡ് കൂടി വാങ്ങിച്ചെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം ഇതൊരു കളയിക്കേള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന സ്ഥാപനമാണ്. ജമാഅത്തിൻ്റെ സ്ഥാപനമാകുമ്പോൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ആ അവകാശങ്ങൾ എല്ലാവർക്കും ഉള്ളതോടുകൂടി തന്നെ കമ്മിറ്റികൾ മാറി മാറി വരുമ്പോൾ സ്കൂളിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് താഴെ പോകരുത്. ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടാകണം. ആ സിസ്റ്റം ഒരു ഇൻ്റർനാഷണൽ സിസ്റ്റം ആകണം. ഇന്ന് ഇവിടെ കമ്മിറ്റി പോയാലും ശരി, ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും പോയാലും ശരി, ഇന്ന് വേറൊരാൾ വന്നിരുന്ന് നടത്താൻ പറ്റുന്ന രീതിയിൽ സിസ്റ്റംസ് ഉണ്ടാകണം. അങ്ങനെ അത് ISO 21000 നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. വെറും സർട്ടിഫിക്കറ്റ് വാങ്ങലല്ല, ടോട്ടലി ആ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. കാരണം ഒരു സിസ്റ്റത്തിൽ നിന്നാൽ തീർച്ചയായിട്ടും ഇത് താഴെ പോകാതെ നോക്കാം എന്നുള്ളതും കൂടി നമ്മുടെ ഒരു എയിമാണ്. അതുപോലെ റീസെൻ്റായിട്ട് നമ്മൾ ഒരു കാംബ്രിഡ്ജിൻ്റെ ഒരു സിലബസ് കൂടിയുള്ള ഒരു ഇൻ്റർനാഷണൽ സ്കൂൾ കൂടി ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള താല്പര്യം കൂടി നമുക്കിതിനകത്തുണ്ട്. ഈ 3 വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ അതും കൂടി നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? ആർക്കാണ് ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്തേ ഇവിടെ മലക്കുകളൊന്ന് പഠിക്കുമോ? അല്ലേ, മലക്കുകൾ പഠിക്കുമോ? അല്ലെങ്കിൽ വേറെ നിങ്ങൾ പേരൻസ് ഒന്ന് പഠിക്കുമോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഈ ഭാഗത്തുള്ള എല്ലാ സമുദായത്തിലെയും കുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടിയാണ്. ഇത് ആ കുട്ടികൾക്ക് കിട്ടണം. നമ്മുടെ ഉദ്ദേശം 2030 കളയിക്കാവിളയിൽ ഇവിടെ സിവിൽ സർവീസുകാരൻ ഉണ്ടാകണം. 2030 IAS-കാരും IPS-കാരും ഇവിടെ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അതിൻ്റെ പ്രാരംഭ ജോലികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു കുട്ടി 23 വയസ്സിൽ തന്നെ CA നേടുകയുണ്ടായി. നമ്മൾ ആ ഋതുവാനെ നമ്മളുടെ ആദരിക്കുന്നുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ CA നേടിയെടുത്തു. ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഡോക്ടർമാരുണ്ട്, ഇങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുമുണ്ട്. പക്ഷേ ഇതെല്ലാം ആണെങ്കിലും നമ്മുടെ പല പേരൻസും നമ്മളെ സ്കൂളിനെ ഒരു അംഗീകരിക്കാത്തൊരു മട്ടുണ്ട്. കാരണം എൻ്റെ കുട്ടി ഇവിടുന്ന് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്കൂളിൽ ബസ്സിൽ കയറി പോയാലേ അത് പഠിത്തമാവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ചില ഉമ്മമാർ, എന്ന് ചിന്തിക്കുന്ന ചില സഹോദരിമാർ. ഇത്രയും ഫെസിലിറ്റികൾ, ഇത്രയും നിസ്കരിക്കാനുള്ള സംവിധാനം, മറ്റെല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പെൺകുട്ടികൾക്കാണ് നിസ്കരിക്കാൻ ഒരു പള്ളി തന്നെ മുകളിലുണ്ട്. ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ, വളരെ ഒരു ധാർമ്മിക അന്തരീക്ഷത്തിൽ നടത്തുന്ന ഒരു സ്കൂള്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം ഈ സ്കൂളിലെ ഒരു കുട്ടികളും വഴിതെറ്റി പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇതുവരെ അങ്ങനെയില്ല. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സ്റ്റാൻഡേർഡായിട്ട് വിഷയങ്ങളും കാര്യങ്ങളും എഡ്യൂക്കേഷൻ കിട്ടിയിട്ടും നമ്മൾ ഇവിടെ ചേർക്കാതെ ഇവിടുന്ന് ദൂരെ കൊണ്ടുപോയി പഠിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതുവരെ നിങ്ങൾ അങ്ങനെ ഒന്നും നേടിയില്ല. ഇനിയെങ്കിലും നിങ്ങൾ മാറി ചിന്തിക്കണം. ഈ വർഷം ഇൻഷാ അല്ലാഹ് ഈ കളയിക്കവിളയിലെ ഒരു കുട്ടിയെയും നമ്മൾ പുറത്തോട്ട് ചേർക്കാതെ ഇവിടെ തന്നെ ചേർക്കണം. അവരെയൊക്കെ നമുക്ക് നല്ല കുട്ടികളായി വാർത്തെടുക്കണം. ഇത് ഞാൻ നിങ്ങളോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്.
അത് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഈ വർഷം നിങ്ങൾ മാറി ചിന്തിക്കരുത്. ഞങ്ങൾ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ അത് കാര്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.